ഇനി പഠിക്കാനുള്ളത് ദ ഭക്തി മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യ എന്ന ഭാഗമാണ്. ഭക്തി പ്രസ്ഥാനം വടക്കൻ ഇന്ത്യയിൽ, അതിൽ ചില വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് കബീർ ദാസ് എന്ന് പറയുന്ന കബീർ. അദ്ദേഹം ഒരു ഭക്ത കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ ദോഹകൾ എന്നാണ് അറിയപ്പെടുന്നത്. DOHA, ദോഹ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ദോഹകൾ എന്ന് പറയുന്നത്, ദോഹ എന്നത് മീനിങ്ഫുൾ കപ്ലറ്റ്സ് എന്നാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. അർത്ഥവത്തായ വരികൾ, 2 വരികളോ 4 വരികളോ ഒക്കെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ള ചെറിയ കവിതകളിലൂടെയാണ് അദ്ദേഹം തൻ്റെ ഭക്തി എക്സ്പ്രസ് ചെയ്തിരുന്നത്. എന്തായാലും അദ്ദേഹം വടക്കേ ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോക്താവായിരുന്നു. He reminds that the Hindu and the Muslim are two wares made out of the same soil, and he tried to promote brotherhood between Hinduism and Islam. ഹിന്ദുമതത്തെയും ഇസ്ലാം മതത്തെയും ഒരുമിപ്പിക്കുന്ന, അല്ലെങ്കിൽ വളരെ വിശ്വാസികൾക്കിടയിൽ ബ്രദർഹുഡ്, സാഹോദര്യം വളർത്തുന്നതിന് ശ്രമിച്ച ഒരു ഭക്ത കവിയായിരുന്നു കബീർ ദാസ്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു, മുസ്ലിം എന്നിങ്ങനെയുള്ള 2 വിശ്വാസങ്ങൾ ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് എന്നാണ്. ഹിന്ദു ആൻഡ് ദ മുസ്ലിം ആർ 2 wares made out of the same soil. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ്, മൺപാത്രങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. The aim of Kabir was to propagate a religion of love, uniting people of all castes and religion. എല്ലാ ജാതി മതങ്ങളിലുമുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു മതം, സ്നേഹത്തിൻ്റെ മതം, റിലീജിയൻ ഓഫ് ലവ്. അങ്ങനെ ഒരു മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് കബീർ ദാസ് ശ്രമിച്ചത്. He strongly opposed all discriminations on the basis of caste, religion, class, family and wealth. എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസിനെയും, എല്ലാ തരത്തിലുള്ള വേർതിരിവുകളെയും അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. ഏതെല്ലാം വേർതിരിവുകളാണ്? ജാതിയുടെ, മതത്തിൻ്റെ, ക്ലാസസ് ആയിട്ട്, അല്ലെങ്കിൽ പല ഡിവിഷൻസ് ആയിട്ട്, കുടുംബപരമായിട്ട്, സമ്പത്തിൻ്റെ പേരിൽ ഒക്കെയുള്ള വേർതിരിവുകളെയെല്ലാം അദ്ദേഹം നിഷേധിച്ചു, അല്ലെങ്കിൽ അതിനെല്ലാം അദ്ദേഹം എതിർക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചിന്ത അത്രയ്ക്ക് വിപുലമായിരുന്നു എന്നർത്ഥം. ഹി ഫോക്കസ്ഡ് ഓൺ ദ യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് വെഹ്മെൻ്റലി ഓപ്പോസിഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺടച്ചബിലിറ്റി. അദ്ദേഹം മാനവ സാഹോദര്യം, അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരുമയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. മനുഷ്യർ, ജാതി മത വർഗ ഭേദമന്യേ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുപോലെ ഈ വെഹ്മെൻ്റലി ഓപ്പോസിഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺടച്ചബിലിറ്റി, വളരെ സ്ട്രോങ്ലി ഓപ്പോസിഡ്, ശക്തമായിട്ട് എതിർത്തു കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെയും അൺടച്ചബിലിറ്റിയെയും. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. ഈ റിജക്റ്റഡ് ഐഡൽ വർഷിപ്പ്, അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു. പിൽഗ്രിമേജസ് ആൻഡ് ബാത്തസ് ഇൻ ഹോളി റിവേഴ്സ്, അതുപോലെ തന്നെ പിൽഗ്രിമേജുകൾ, തീർത്ഥാടന യാത്രകൾ, ബാത്ത്സ് ഇൻ ഹോളി റിവേഴ്സ്, പുണ്യനദികളിലെ സ്നാനം, ഇതിനെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. He was not in favor of forsaking family life for accepting sainthood. അതുപോലെ കുടുംബജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുന്നതിനെ അദ്ദേഹം എതിർത്തു, അല്ലെങ്കിൽ കുടുംബജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുക എന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു. The ideas of Kabir developed through discussions and deliberations on the basis of the Bhakti Sufi traditions. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടത് ഭക്തി സൂഫി പാരമ്പര്യങ്ങളുടെ ചർച്ചകളിലൂടെയും ഡെലിബറേഷൻസിലൂടെയും ഒക്കെ ആയിരുന്നു. ഇതിൽ ഈ ഭാഗം പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. റോൾ ഓഫ് കബീർ ദാസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ കബീർ ദാസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുക്കി എഴുതി കൊടുക്കേണ്ടി വരും. അദ്ദേഹം അർത്ഥവത്തായ ദോഹകൾ രചിച്ചിരുന്നു. ഹി റോട്ട് സെവറൽ ദോഹാസ്. ദോഹാസ് മീൻസ് മീനിങ്ഫുൾ കപ്ലറ്റ്സ്. ആൻഡ് ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ഫോർ ദ unity of Hindus and Muslims, and he promoted brotherhood between Hinduism and Muslim or Islam. His aim was to propagate a religion of love. Then he opposed all the discriminations, caste, religion, class, etc., etc. He opposed caste system, untouchability,
ഐഡൽ വർഷിപ്പ്, പിൽഗ്രിമേജസ്, അതേപോലെ ബാത്ത്സ് ഇൻ ഹോളി റിവേഴ്സ് എക്സെട്ര, ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫിഗർ എന്ന് പറയുന്നത് ഗുരു നാനാക്ക് ആണ്. ഗുരുനാനാക്ക് അദ്ദേഹം മോണോതെയിസം വിശ്വസിച്ച അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ച ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവായിട്ടുള്ള ആളായിരുന്നു. മോണോതെയിസം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. ഹി ട്രൈഡ് ടു കമ്പൈൻ ദ ഐഡിയാസ് ഓഫ് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ആശയങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഗുരുനാനാക്ക്. He was a spokesman of the ideals of religious tolerance and universal brotherhood. മതസാഹോദര്യത്തെക്കുറിച്ചും മതസൗഹൃദത്തെക്കുറിച്ചും അതേപോലെ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, സാർവ സാഹോദര്യം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഒരു പ്രയോക്താവായിരുന്നു അദ്ദേഹം എന്നർത്ഥം. ഹി ഒപ്പോസ്ഡ് ദ റിച്വൽസ് ഓഫ് ബോത്ത് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. ഇസ്ലാം മതത്തിലെയും ഹിന്ദുമതത്തിലെയും ഒക്കെ റിച്വൽസിനെ അദ്ദേഹം, ആഘോഷങ്ങളെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. ഹി സെഡ് ദാറ്റ് one has to maintain purity in character and behavior to reach God. ദൈവത്തിലേക്ക് എത്തുവാൻ ഒരാൾ സ്വഭാവത്തിലും അതുപോലെ പെരുമാറ്റത്തിലും എല്ലാം തന്നെ പ്യൂരിറ്റി, ശുദ്ധത ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ പരിശുദ്ധമായ ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വെഹ്മെൻ്റലി ഓപ്പോസിറ്റ് ഐഡൽ വർഷിപ്പ് ആൻഡ് പിൽഗ്രിമേജസ്, കബീർദാസിനെ പോലെ തന്നെ വിഗ്രഹ ആരാധനയെയും പിൽഗ്രിമേജസ്, തീർത്ഥാടന യാത്രകളെയും ഒക്കെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. ഹി പ്രൊമോട്ടഡ് എ മിഡിൽ പാത്ത് വിച്ച് പെർമിറ്റഡ് സ്പിരിച്വൽ ലൈഫ് എലോങ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹൗസ് ഹോൾഡർ. കബീർ പറഞ്ഞ പോലെ ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബനാഥനായി അല്ലെങ്കിൽ ഹൗസ് ഹോൾഡറായൊക്കെ ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്പിരിച്വൽ ലൈഫും കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും എന്ന് പറഞ്ഞൊരാളാണ് അദ്ദേഹം. ദ പ്രേയർ സോങ്സ് നോണസ്, ഈ പോയിന്റ് ശ്രദ്ധിക്കുക, ദ പ്രേയർ സോങ്സ് നോണസ് ഷഹാദ് വേർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് നാനാക്ക്. ഇദ്ദേഹം നിരവധി പ്രാർത്ഥനാ ഗീതങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ ഇദ്ദേഹം രചിച്ച പ്രാർത്ഥനാ ഗീതങ്ങളെ ഷബാദ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ പ്രേയർ സോങ്സ് നോൺ ആസ് ഷബാദ് വേർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് നാനാക്ക്. നാനാക്കിൻ്റെ പ്രധാന കോൺട്രിബ്യൂഷനാണ് ഷബാദ് എന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോവിങ്. He strongly opined that all human beings are equal and hence there is no need to cast distinction among them. എല്ലാവരും തുല്യരാണെന്നും അതുകൊണ്ട് തന്നെ ജാതി വേർതിരിവുകളുടെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ കോമൺ കിച്ചണിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. എന്തായാലും ദ ഐഡിയാസ് ഓഫ് നാനാക്ക് ലേറ്റർ ലെഡ് ടു ദ എമർജൻസ് ഓഫ് സിക്കിസം. ഇങ്ങനെ ഗുരുനാനാക്ക് പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് പിന്നീട് ഉണ്ടായി വന്ന, ഉരുത്തിരിഞ്ഞു വന്ന ഒരു പുതിയ മതവിശ്വാസമാണ് സിഖിസം, സിഖ് മതം എന്ന് പറയുന്നത്. അപ്പോൾ സിഖ് മത സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഗുരു നാനാക്കിനെയാണ്. ഷബാദ് എന്ന് പറയുന്ന ഭക്തി ഗീതങ്ങൾ രചിച്ചത് അദ്ദേഹമാണ്. ഇത്രയും കാര്യങ്ങൾ ഗുരുനാനാക്കിനെ കുറിച്ച് ഓർക്കുക. അടുത്തത് വിമൻ റെപ്രസെൻറ്റേഷൻ ഇൻ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യമാണ്. മെനി വിമൻ വെയർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്. പോയിറ്റസ് മീരാഭായി വാസ് ഫേമസ് among them. ധാരാളം സ്ത്രീകൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട പേരുകൾ, ഒന്നാമത്തേത് രാജസ്ഥാനിലെ മീരാഭായി എന്ന് പറയുന്ന കവയിത്രിയാണ്, അല്ലെങ്കിൽ ഭക്തയായിട്ടുള്ള ഭക്ത മീരയാണ്. അതുപോലെ പിന്നെയുള്ളത്, ബിസൈഡ്സ് മീരാഭായി, the presence of women was visible in the Bhakti movement in different parts of India. Lal Ded of Kashmir, Bahina Bhai of Maharashtra, Akka Mahadevi of Karnataka, and Andal and Karikalammayar of Tamil Nadu were prominent among them. മറ്റ് പ്രധാനപ്പെട്ട സ്ത്രീകൾ ഇവരൊക്കെയാണ്. കാശ്മീരിലെ ലാൽ ദേദ്, അതേപോലെ മഹാരാഷ്ട്രയിലെ ബഹിന ഭായി, കർണാടകയിലെ അക്ക മഹാദേവി, തമിഴ്നാട്ടിൽ നിന്നുള്ള ആണ്ടാൾ കാരയ്ക്കൽ അമ്മയാർ, ഇവർ രണ്ടുപേർ. ഇതൊക്കെ ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങളാണ്. ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് റിസൾട്ട്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ. ഈ ഭക്തി പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഏതെല്ലാം തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തിയത് എന്ന് നോക്കാം. It created a certain qualitative changes in the Indian social system.
നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയിൽ വളരെ ഗുണപരമായ പല മാറ്റങ്ങളും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരണത്തിലൂടെ ഉണ്ടാവുകയുണ്ടായി. The propagators of Bhakti cult, through their words and songs, maintained that everyone was equal in front of God. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താക്കളായിട്ടുള്ള ആളുകൾ അവരുടെ രചനകളിലൂടെയും വചനങ്ങളിലൂടെയും ഒക്കെ എല്ലാ മനുഷ്യരും ദൈവത്തിന് മുന്നിൽ തുല്യരാണ് എന്ന വലിയ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചു. This strengthened the concept of social equality against caste discrimination. ഇങ്ങനെ ഒരു ചിന്ത ജനങ്ങളിൽ വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് നിലനിന്നിരുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ്, ജാതി വ്യവസ്ഥകൾ ഇല്ലാതെയാകുന്നതിനും ജാതി വ്യവസ്ഥകളുടെ സ്ഥാനത്ത്, ജാതീയമായ വേർതിരിവിൻ്റെ സ്ഥാനത്ത് സോഷ്യൽ ഇക്വാളിറ്റി, സാമൂഹികമായ തുല്യത ഉണ്ടാകുന്നതിനും വഴിതെളിച്ചു. ഒപ്പം the idea of gender equality also began to take shape. ലിംഗസമത്വം എന്ന് പറയുന്ന ആശയം അതും പ്രചാരം ഉണ്ടായി. The idea of social equality got wide popularity since the movement was led by low caste people like തിരുപ്പന ആൾവാർ, കബീർ, ലാൽദേദ് etc. ഈ സോഷ്യൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയത്തിന് വലിയ പ്രചാരണം നൽകുവാൻ അല്ലെങ്കിൽ പ്രചാരണം ഉണ്ടായത് ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താക്കളായിട്ട് താഴ്ന്ന ജാതിക്കാരായ തിരുപ്പന ആൾവാർ, കബീർദാസ്, ലാൽദേദ് പോലെയുള്ള നിരവധി താഴ്ന്ന ജാതിക്കാരായി പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകൾ വന്നതോടുകൂടിയാണ്. ഒപ്പം ഇന്ത്യയുടെ മറ്റ് മേഖലകളിലും, നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് മേഖലകളിലും ഭക്തിപ്രസ്ഥാനം വലിയ സ്വാധീനം ചെലുത്തി. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിലാദ്യത്തേത് റീജിയണൽ ലാംഗ്വേജസിൻ്റെ വളർച്ചയാണ്. ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. ഒന്നാമത്തെ ഫലം റീജിയണൽ ലാംഗ്വേജസിൻ്റെ വളർച്ചയാണ്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താക്കളായിരുന്നവരെല്ലാം തന്നെ വെർണാക്കുലർ ലാംഗ്വേജസിലൂടെയാണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. പ്രാദേശിക ഭാഷകളിലൂടെയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സ്വാഭാവികമായും ദിസ് റിസൾട്ടഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. മെനി ലാംഗ്വേജസ് സച്ച് എസ് പഞ്ചാബി, കന്നഡ, തെലുങ്കു, ഒറിയ, ആസാമീസ്, മറാത്തി, ബംഗാളി, സിന്ധി ആൻഡ് മലയാളം ഇവോൾവ്ഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ ഒരു കാലഘട്ടത്തിലാണ് നിരവധി പ്രാദേശിക ഭാഷകൾ, പഞ്ചാബി, കന്നഡ, തെലുങ്കു, ഒറിയ, ആസാമീസ്, മറാത്തി, ബംഗാളി, സിന്ധി, മലയാളം പോലെയുള്ള നിരവധി പ്രാദേശിക ഭാഷകൾ ഈ കാലഘട്ടത്തിൽ പ്രചാരം നേടുകയുണ്ടായി, വളർന്ന് വികസിക്കുകയുണ്ടായി. അതുപോലെ ഇൻ ആൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് ദ കൺട്രി പെർഷ്യൻ വാസ് ദ കോർട്ട് ലാംഗ്വേജ് ഓഫ് ദ മെഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ, സുൽത്താൻമാരുടെ കാലഘട്ടത്തിലും അതേപോലെ മുഗളന്മാരുടെ കാലത്തുമൊക്കെ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ഭരണഭാഷ, കോർട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പെർഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ many Persian words can be found in many regional languages. Out of the relationship between Persian and Hindi, a new language Urdu came into being. ഈ പേർഷ്യൻ ഭാഷയ്ക്ക് വലിയ സ്വാധീനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പേർഷ്യൻ ഭാഷയും നമ്മുടെ ഹിന്ദി ഭാഷയും തമ്മിലുണ്ടായ ഒരു മിശ്രണം, ആ മിശ്രണത്തിൻ്റെ ഫലമായി പുതിയൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. ആ ലാംഗ്വേജിൻ്റെ പേര് ഉറുദു എന്നാണ്. ഉറുദു ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ദ കൾച്ചറൽ സിന്തസിസ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉറുദു എന്ന് പറയുന്ന ഭാഷ. ഉറുദു വിച്ച് വാസ് സ്പോക്കൺ ഇൻ ഡെക്കാൻ വാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലാംഗ്വേജസ് സച്ച് എസ് തെലുങ്കു, മറാത്തി എക്സെട്ര. നമ്മുടെ ഡെക്കാൻ മേഖലകളിലൊക്കെ സംസാരിക്കപ്പെടുന്ന ഡെക്കാൻ മേഖലകളിലൊക്കെ തെലുങ്കു, മറാത്തി പോലെയുള്ള ഭാഷകളിൽ ഉറുദുവിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. Gradually, Urdu became the most popular spoken language of the towns. In the western coast, merchants used Arabic. ഇനി കാലം പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ഉറുദു വളരെ പ്രധാനപ്പെട്ടൊരു സംസാര ഭാഷയായി മാറി, പ്രത്യേകിച്ചും ടൗൺസിൽ. പക്ഷേ വെസ്റ്റേൺ കോസ്റ്റിലൊക്കെ മർച്ചൻസ് അറബിക് ഭാഷയാണ് അപ്പോഴും ഉപയോഗിച്ചിരുന്നത്. സോ ഇറ്റ് ബിഗാൻ ടു ഇൻഫ്ലുവൻസ് ദ റീജിയണൽ ലാംഗ്വേജസ് ഓഫ് ദാറ്റ് ഏരിയ. അങ്ങനെ അറബിക് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഉറുദു ആണെങ്കിൽ അത് ഏത് പ്രദേശങ്ങളിലാണോ സംസാരിച്ചത് അവിടുത്തെയൊക്കെ റീജിയണൽ ലാംഗ്വേജസിൽ അറബിക്കിൻ്റെയും ഉറുദുവിൻ്റെയും ഒക്കെ ഒരു സ്വാധീനം ദർശിക്കുവാനായിട്ട് പിന്നീടുള്ള കാലഘട്ടത്തിന് സാധിച്ചു. ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് അറബിക് ലാംഗ്വേജ്, എ ന്യൂ മിക്സഡ് ഡയലക്ട് അറബി മലയാളം ഇവോൾവ്ഡ് ഇൻ കേരള. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ അറബി മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ്. കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ അറബി മലയാളം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സംസാര ഭാഷാ രീതി കാണുന്നുണ്ട്. ദ പോപ്പുലർ ലിറ്ററേച്ചേഴ്സ് ഓഫ് സാൻസ്ക്രിറ്റ് സച്ച് എസ് പുരാണാസ്, രാമായണ ആൻഡ് മഹാഭാരത വേറെ അവൈലബിൾ ഇൻ ദ റീജിയണൽ ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് ടൈം. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വിജയനഗര രാജാക്കന്മാരുടെയൊക്കെ ഭരണ
ഭരണം നിലനിന്നിരുന്ന മേഖലകളിലൊക്കെ സംസ്കൃത ഭാഷയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സംസ്കൃത ഭാഷയുടെ സ്വാധീനം അവിടെയൊക്കെയുള്ള റീജിയണൽ ലാംഗ്വേജസിൽ കാണുവാനായിട്ട് സാധിക്കും. ദ പേർഷ്യൻ ലിറ്ററേച്ചർ ഇൻഫ്ലുവൻസ്ഡ് സം പോയിറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് ദ പീരീഡ്. ദ മോസ്റ്റ് നോട്ടബിൾ പേർഷ്യൻ റൈറ്റർ ഓഫ് ദ പീരീഡ് വാസ് അമീർ ഖുസ്രു. പേര് മാത്രം ഓർമ്മിച്ചിരിക്കുക. ദിസ് ലവ് ടുവാർഡ്സ് India and the pride of being an Indian is clearly revealed through the content of his works. During this period, a large number of Indian works were translated into Persian languages. രാമായണ, മഹാഭാരത, അഥർവവേദ, ഉപനിഷത്സ് എക്സെട്ര. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ധാരാളം സംസ്കൃത രചനകൾ മറ്റ് ഭാഷകളിലേക്ക്, പ്രത്യേകിച്ച് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. അതിൽ നമ്മുടെ രാമായണവും മഹാഭാരതവും അഥർവവേദവും ഉപനിഷത്തുക്കളും ഒക്കെ ഉൾപ്പെടുന്നു. The historical chronicles of Kalhana, Rajatarangani, was translated into Persian during the reign of Kashmir king Zainul Abidin. അതുപോലെ തന്നെ കൽഹണൻ്റെ രാജതരംഗിണി എന്ന് പറയുന്ന വർക്ക്, മാച്ച് ദ ഫോളോവിങ് ഓർമ്മിക്കുക. രാജതരംഗിണി റിട്ടൺ ബൈ കൽഹണ. കൽഹണൻ്റെ രാജതരംഗിണി എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിളാണത്. അത് സിയാവുദ്ദീൻ എന്ന് പറയുന്ന കാശ്മീർ രാജാവിൻ്റെ കാലത്താണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് പേർഷ്യൻ ഭാഷയിലേക്ക്. Hindi received tremendous impetus during the medieval period. Ramananda and Kabir delivered their moral advice in Hindi. Ramananda Sagar, അതുപോലെ കബീർ ദാസ്, ഇവരൊക്കെ അവരുടെ രചനകൾ, രാമാനന്ദ ആൻഡ് കബീർ ഡെലിവേർഡ് ദെയർ മോറൽ അഡ്വൈസ് ഇൻ ഹിന്ദി. ഹിന്ദി ഭാഷയിലാണ്, അല്ലെങ്കിൽ ഹിന്ദി ഭാഷയുടെ പ്രചാരത്തിന് രാമാനന്ദും അതുപോലെ കബീർ ദാസും ഒക്കെ വലിയ സംഭാവനകൾ നൽകി. The Dohas of Kabir were finest examples of Hindi literature. The Sursagar of Surdas, Surdasinte Sursagar. Ramacharithamanas of Tulasidas, Tulasidasinte Ramacharithamaanasam. The Bhajans of Meerabai and Padmavati of Malik Muhammad Jasai. അതുപോലെ മീരാഭായിയുടെ ഭജനകൾ, മാലിക് മുഹമ്മദ് ജസായിയുടെ പത്മാവതി എന്ന് പറയുന്ന കൃതി, ഇതൊക്കെ ഹിന്ദി ഭാഷയെ സമ്പുഷ്ടമാക്കിയ രചനകളാണ്. മറ്റ് വെർണാക്കുലർ ലാംഗ്വേജസ് എല്ലാം കൂടി നമുക്കിങ്ങനെ തന്നിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ അടുത്തത് മ്യൂസിക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ സംഗീതത്തിൽ നമ്മുടെ ഭക്തിപ്രസ്ഥാനം എത്രയധികം സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇന്ത്യയുടെ തനത് സംഗീതത്തിനെ കർണാടക സംഗീതം എന്നാണ് പറഞ്ഞിരുന്നത്. ദ ഫേമസ് കർണാട്ടിക് മ്യൂസീഷ്യൻ ഓഫ് ദ പീരീഡ് വാസ് നായിക് ഗോപാൽ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ കർണാടക സംഗീതജ്ഞൻ്റെ പേര് നായിക് ഗോപാൽ എന്നായിരുന്നു. A large number of musicians migrated from Deccan to North India during the medieval period. During the same period, a new music style evolved in North India due to the influence of Persian music. It came to be known as Hindustani music. നമ്മുടെ തെക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലിരുന്നത് കർണാടക സംഗീതമായിരുന്നുവെങ്കിൽ വടക്കേ ഇന്ത്യയിൽ വളരെ വളരെ വളർന്നു വന്ന ഒരു സംഗീത ശാഖയുടെ പേര് ഹിന്ദുസ്ഥാനി സംഗീതം എന്നായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെ പെർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനത്തിലാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അമീർ ഖുസ്രു, ഹു lived in the Sultanate period, was one of the famous Hindustani musicians of the Sultanate period. സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമീർ ഖുസ്രു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. അദ്ദേഹം നിരവധി കർണാടക സംഗീതജ്ഞന്മാരിൽ നിന്നും, അല്ലെങ്കിൽ നായിക് ഗോപാലിനെ പോലെയുള്ള കർണാടക സംഗീതജ്ഞന്മാരിൽ നിന്നൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. The medieval rulers were patrons of this category of music. New forms of music emerged during this period. The techniques of Persia were experimented in Indian music. The singing styles such as ഖയാൽ and തുമ്രി got popularity. അതായത് പേർഷ്യൻ സംഗീതത്തിൻ്റെ വലിയ സ്വാധീനം നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിലുണ്ടായി. പല പേർഷ്യൻ രീതികളും ഇവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. അതിൽ തുമ്രി, അതേപോലെ വളരെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്ന ഖയാൽ, അതുപോലെ തുമ്രി. അത് രണ്ടും ദ സിംഗിങ് സ്റ്റൈൽസ് ആണ്. ദ സിംഗിങ് സ്റ്റൈൽസ് സച്ച് എസ് ഖയാൽ ആൻഡ് തുമ്രി ഗോട്ട് പോപ്പുലാരിറ്റി. ധാരാളം സംഗീത ഉപകരണങ്ങൾ, സിത്താർ, സാരംഗി, തബല പോലെയുള്ള സംഗീത ഉപകരണങ്ങൾ പോപ്പുലർ ആയതും ഈ കാലഘട്ടത്തിലാണ്. ദ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് സം സൂഫീസ് ഇൻ സിംഗിങ് ആൾസോ വെയർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇതിന് ഈ സൂഫി സംഗീതജ്ഞന്മാരുടെ ആലാപനം വളരെ അതുമായിട്ട് കടപ്പാടുണ്ട് എന്നർത്ഥം. പിന്നെ
Musical works of Sanskrit were translated into Persia during this period. The work on music, Raga Darpan, was translated into Persian during the reign of Firoz Shah Tughlaq. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് രാഗദർപ്പൺ എന്ന് പറയുന്ന സംഗീത സംബന്ധമായ പുസ്തകം പെർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. രാഗദർപ്പൺ. അതുപോലെ എംപറർ അക്ബർ വാസ് എ ഗ്രേറ്റ് ലവർ ഓഫ് മ്യൂസിക്. അബുൾ ഫൈസൽ സ്റ്റേറ്റ്സ് ദാറ്റ് 36 musicians were patronized by അക്ബർ. അക്ബർ വലിയ സംഗീത പ്രേമിയായിരുന്നു. 36 സംഗീതജ്ഞന്മാരെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിലനിർത്തിയിരുന്നു എന്നൊക്കെയാണ് അബുൾ ഫസൽ പറഞ്ഞിട്ടുള്ളത്. ദ മോസ്റ്റ് ഫേമസ് എമംഗ് ദം വാസ് ടാൻസൻ. ഈ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ 36 സംഗീതജ്ഞന്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തൻ, ഏറ്റവും നോട്ടബിളായിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് മിയ ടാൻസൻ ആയിരുന്നു. ദ ദർബാർ രാഗ വിച്ച് എൻറിച്ച്ഡ് ദ ഹിന്ദുസ്ഥാനി മ്യൂസിക് വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ദർബാർ രാഗം അത് ടാൻസന്റെ സംഭാവനയാണ്. ദ വർക്ക് സംഗീത രത്നാകരം ഓതറൈസ്ഡ് ബൈ ശാർങ്ങദേവൻ of the 13th century was an important contribution of medieval India to music. സംഗീതത്തിന് മധ്യകാല ഇന്ത്യ നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ് സംഗീത രത്നാകരം എന്ന് പറയുന്ന പുസ്തകം. ദാറ്റ് വാസ് റിട്ടൺ ബൈ ശാർങ്ങദേവൻ. സംഗീത രത്നാകരം ശാർങ്ങദേവൻ. ഇതും പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരു മാർക്ക്. അപ്പോൾ ഇതിത്രയുമാണ് നമ്മുടെ സംഗീതത്തിന് ഉണ്ടായ, അല്ലെങ്കിൽ സംഗീത മേഖലയ്ക്ക് ഭക്തിപ്രസ്ഥാനം നൽകിയ സ്വാധീനം, സംഭാവനകൾ. അടുത്തത് ആർക്കിടെക്ചറും പെയിൻറ്റിങ്ങുമാണ്. ചിത്രകലയും ശില്പകലയും ഒക്കെയാണ് ആ കാലഘട്ടത്തിലെ രണ്ട് തരത്തിലുള്ള, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ നമ്മുടെ ശില്പകലാ രീതികളെന്ന് പറയുന്നത് It was during the medieval period that the new styles of architecture such as Dravida, Nagara, Indo-Persian etc. developed. The blending of different sculptural styles was a speciality of this age. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന ശൈലികളെന്ന് പറയുന്നത് ദ്രാവിഡ സ്റ്റൈല്, നാഗര സ്റ്റൈല്, ഇൻഡോ പെർഷ്യൻ സ്റ്റൈല്, ഇതൊക്കെയാണ്. ഇതിൽ ഓരോ സ്റ്റൈലിലുമുള്ള നിർമ്മിതികളുടെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ അതിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മുഗൾ കാലഘട്ടത്തിൽ വളർന്നു വന്ന മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ ചിത്രകലാ രീതിയിൽ മുഗൾ കാലഘട്ടത്തിലുണ്ടായൊരു ഒരു 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 ഡെവലപ്മെൻ്റ് ആണ് മിനിയേച്ചർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുക, എന്താണെന്ന് പറയാം. ദ പെയിൻറ്റിംഗ് സ്റ്റൈൽ ദാറ്റ് കെയിം ടു വർക്ക് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് ഈസ് നോൺ as മിനിയേച്ചർ പെയിൻറ്റിംഗ്. ദിസ് ഈസ് ദ സ്റ്റൈൽ ഓഫ് ഡ്രോയിങ് പിക്ചേഴ്സ് ലൈക്ക് ദ പിക്ചേഴ്സ് ഇൻ ദ ബുക്ക്. ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ സ്റ്റൈൽ. ഈ ചിത്രങ്ങളൊക്കെ പുസ്തകങ്ങളിൽ വരച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിത്രങ്ങൾ അതേപോലെ തന്നെ ചെറുതായിട്ട് വരയ്ക്കും, മിനിയേച്ചർ ആയിട്ട് വരയ്ക്കും. അതിനാണ് മിനിയേച്ചർ പെയിൻറ്റിംഗ് എന്ന് പറയുക. ഇങ്ങനെ ഒരു രീതി വളർന്നു വന്നത് മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ്. അത് ഇൻഡോ പെർഷ്യൻ സ്റ്റൈൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. മുഗൾ എംപറർ ഹുമയൂൺ കോൺടാക്റ്റഡ് പെർഷ്യൻ ആർട്ടിസ്റ്റ് ആൻഡ് മിർ സയ്യിദ് അലി ആൻഡ് അബ്ദു സമദ് വെയർ ബ്രോട്ട് ഹിസ് കോർട്ട്. ഹുമയൂണിൻ്റെ കാലത്ത് ചിത്രകലയ്ക്ക് വലിയ പുരോഗതി ഉണ്ടായി. അദ്ദേഹം പെർഷ്യൻ ചിത്രകാരന്മാരായ മിർ സയ്യിദ് അലിയെയും അബ്ദു സമദിനെയും ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയുണ്ടായി. ദ മുഗൾ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിംഗ് വാസ് ഡെവലപ്ഡ് ബൈ ദം. പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻസ് വെയർ ഓർഗനൈസ്ഡ് ഇൻ ദ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓർ കാർഖാനാസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അക്ബർ. അക്ബറിൻ്റെ ഭരണകാലത്ത് കാർഖാനകളിൽ ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. ദ സ്റ്റോറീസ് ഓഫ് മഹാഭാരത വെയർ കംപ്ലീറ്റ്ലി കമ്പൈൽഡ് ഇൻ ടു എ സീരീസ് ഓഫ് പെയിൻറ്റിങ്സ് കോൾഡ് റസ്നാമ ബൈ ദസ്വന്ത് ഹു ലിവ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് അക്ബർ. അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു ചിത്രകാരനാണ് ദസ്വന്ത്. അദ്ദേഹം മഹാഭാരതത്തിലെ ഓരോ മോമെൻറ്റിനെയും ഒരു സീരീസ് ഓഫ് പെയിൻറ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട്, പെയിൻറ്റിങ്ങുകളുടെ ഒരു തുടർച്ച അത് അദ്ദേഹം വരയ്ക്കുകയുണ്ടായി. അതിനെ രസ്നാമ എന്നാണ് പറയുന്നത്. രസ്നാമ ബൈ ദസ്വന്ത്. പിന്നെ അതുപോലെ ബിഷൻ ദാസ് ആൻഡ് അബുൾ ഹസൻ വേർ ദ ഗ്രേറ്റസ്റ്റ് പെയിൻറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ്. ജഹാംഗീറിൻ്റെയൊക്കെ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചിത്രകാരന്മാരായിരുന്നു ബിഷൻ ദാസ്, അബുൾ ഹസൻ. കല്യാൺ ദാസ് വാസ് എ പെയിൻറ്റർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഷാജഹാൻ. ഷാജഹാൻ്റെ കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു പെയിൻറ്ററായിരുന്നു കല്യാൺ ദാസ് എന്ന് പറയുന്ന ആൾ. ഇന്ത്യയുടെ പല ഭാഗത്തും ഓരോ മേഖലയിലും ചിത്രകലയ്ക്ക് വലിയ പുരോഗതി ഉണ്ടായി. ഗുജറാത്ത്, കാശ്മീർ, ഡെക്കാൻ തുടങ്ങിയ മേഖലകളിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്, ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രരചന ശൈലികൾ രൂപപ്പെട്ടു വന്നത്. അതൊക്കെ വളരെ
ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത് ദ വാൾ പെയിൻറ്റിങ്സ് ഓൺ ദ താഞ്ചൂർ ടെമ്പിൾ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദ ചോളാസ് വെയർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മിഡീവൽ പീരീഡ്. മിഡീവൽ പെയിൻറ്റിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയാണ് ചോളന്മാരുടെ കാലത്ത് തഞ്ചാവൂർ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന വാൾ പെയിൻറ്റിങ്സ്, ചുമർ ചിത്രങ്ങൾ. ദ രാജസ്ഥാനി സ്റ്റൈൽ വാസ് അനദർ സ്റ്റൈൽ ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ തന്നെ വളർന്നു വന്ന മറ്റൊരു സ്റ്റൈലാണ് രാജസ്ഥാനി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഫീച്ചേഴ്സ് ഓഫ് പെയിൻറ്റിങ് ഡ്യൂറിങ് മിഡീവൽ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ. അതിൻ്റെ എല്ലാം ഒരു ചുരുക്കം ഇവിടെ ഉണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഒരു നിമിഷം ഓർമ്മിക്കുക. സൂഫി പ്രസ്ഥാനം പഠിച്ചു, ഭക്തി പ്രസ്ഥാനം പഠിച്ചു, വീരശൈവ പഠിച്ചു, കൾച്ചറൽ സിന്തസിസിലെ നമ്മൾ റീജിയണൽ ലാംഗ്വേജസിനെ കുറിച്ച് പഠിച്ചു, മ്യൂസിക്കിനെ കുറിച്ച് പഠിച്ചു, ആർക്കിടെക്ചറും പെയിൻറ്റിങ്ങും പറഞ്ഞു. ഭക്തി പ്രസ്ഥാനത്തിൽ നമ്മൾ ആൾവാർമാരെയും നായനാർമാരെയും കുറിച്ച് പറഞ്ഞു. കബീർദാസ്, സൂർദാസ്, തുളസിദാസ്, ഗുരുനാനാക്ക്, മീരാഭായി ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു. സൂഫി പ്രസ്ഥാനത്തിൽ ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി, ഷെയ്ഖ് നിസാമുദ്ദീൻ ആലിയ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതെല്ലാം വീണ്ടും വായിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടുക. താങ്ക് യു.